സൈനികരോടൊപ്പമാണെന്ന കോൺഗ്രസിന്റെ വാദം ഇരട്ടത്താപ്പെന്ന് ബി.ജെ.പി. സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ എസ് ഡിന്നി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ വേദനിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം ആശ്രാമത്തെ യുദ്ധസ്മാരകത്തിൽ ബി.ജെ.പി. സംഘടിപ്പിച്ച കാർഗിൽ വിജയ ദിനാചരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനാചരണത്തിന്റെ ഭാഗമായി ബി.ജെ.പി. കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ബി.ജെ.പി. സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ എസ് ഡിന്നി യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർ ജനഹൃദയങ്ങളിൽ എന്നും ആവേശമാണെന്നും 26 വർഷങ്ങൾക്ക് ശേഷം രാജ്യം വീണ്ടും പഹൽഗാമിന് പ്രതികാരമായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശത്രുവിന് തക്ക മറുപടി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ നമുക്കറിയാം, നമ്മുടെ മുൻപിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്നിരുന്നു. ഓപ്പറേഷൻ വിജയ് തൊട്ട് ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള ആ കാലഘട്ടത്തിൽ ഓരോ പ്രാവശ്യവും രാജ്യത്തിൻ്റെ എഗെയിൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പം അതിന് ഭാരതത്തിൻ്റെ സൈന്യം ഭാരതത്തിൻ്റെ ജനതയുടെ ഒപ്പം നിന്ന് അവർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശം സൈനികരുടെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും സൈനികരോടൊപ്പമാണെന്ന കോൺഗ്രസിന്റെ വാദം ഇരട്ടത്താപ്പിന്റെ ഭാഗമാണെന്നും റിട്ടയർഡ് കേണൽ എസ് ഡിന്നി പറഞ്ഞു. രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട്, രാഷ്ട്ര താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരോപണം പറയുന്നത്, അത് ഒരു സൈനികൻ എന്ന നിലയിൽ, ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ ഞാൻ പ്രത്യേകിച്ച് നമുക്ക് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങളെപ്പോഴും സൈനികരെ കൂടാണെന്ന് പറയും. എന്നിട്ട് പറയും നിങ്ങളുടെ 5 റഫാൽ യുദ്ധവിമാനം തകർന്ന് വീണില്ലേ എന്നുള്ള ചോദ്യം വരും. പാകിസ്ഥാൻ പോലും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്. ബി.ജെ.പി. കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവട്ടം വിനോദ്, മേഖലാ ജനറൽ സെക്രട്ടറി എ.ജി. ശ്രീകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു കൂനമ്പായിക്കുളം, ജില്ലാ സെക്രട്ടറിമാരായ വേണുഗോപാൽ, ശൈലജ, മോൻസിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കൊല്ലം.